ഹലോ, ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കഞ്ഞിയാണ് എടുക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. ഇതിനകത്ത് കറികളുടെ ഒന്നും ഒരു ആവശ്യമില്ല. എന്നാലും ഞാൻ കുറച്ച് മാങ്ങ അച്ചാറും ഇച്ചിരി ഇഞ്ചിക്കറിയും വെച്ചിട്ടുണ്ട്. ഇഞ്ചിക്കറി ഞാൻ ഉണ്ടാക്കിയതല്ല, മാങ്ങ അച്ചാർ ഞാൻ ഇട്ടതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ഞാൻ എടുത്തു വെച്ച വീഡിയോസ് എല്ലാം പോയി. അതുകൊണ്ട് ഇനി ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയണ്ടേ? അപ്പോൾ ഈ കഞ്ഞിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്നറിയാമോ? ഇതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിലിട്ടിരിക്കുന്നത് ഈ പയറിട്ടിട്ടുണ്ട്. ഇത് വയക്കുഴഞ്ഞി എന്നൊക്കെ പറയും, അറിയാമോ? ഇത് കാണുന്നുണ്ടോ? ഇവിടെ ട്രിവാൻഡ്രത്ത് നമ്മളിതിന് വയക്കുഴഞ്ഞി എന്നാണ് പറയുന്നത്. ഒരു പെരുമ്പയറല്ല, അല്ലാത്തൊരു പയർ. അതിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ? ഇതാണ് പയർ. കണ്ടോ? ഇതാണ് പയർ. കണ്ടില്ലേ? അപ്പോൾ ഇത് ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ പറയുന്നതിന് വയക്കുഴഞ്ഞി എന്ന് പറയും. പിന്നെ വേറെ പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഞങ്ങൾ പറയുന്നത് വയക്കുഴഞ്ഞി എന്ന് പറയും. പണ്ട് അമ്മമ്മയൊക്കെ ഇങ്ങനെ വയലിൽ നട്ടിരുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് വയക്കുഴഞ്ഞി എന്നാണ്. പക്ഷെ പെരുമ്പയറല്ല. ഓക്കെ, പെരുമ്പയർ വേറെയാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഒരു 2 സ്പൂൺ എടുത്തിട്ട് അതും അമരക്കയില്ലേ, അമരപ്പയർ എന്നൊക്കെ പറയില്ലേ, കൊത്തമര, അമരക്ക, അല്ലെങ്കിൽ ക്ലസ്റ്റർ ബീൻസ് എന്ന് പറയില്ലേ, അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും കൂടി ഇട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ വേവിച്ചു. ഓക്കെ, പിന്നെ ചോറ് വേണമെങ്കിൽ അരിയും കൂടെ അതിൽ കൂടി ഇടാം. ഞാൻ പിന്നെ ചോറ് പ്രത്യേകം വെച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. അതിൽ നിന്ന് കുറച്ച് കഞ്ഞി കോരി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഞ്ഞിയും കോരി എടുത്തിട്ട് ഇത് നല്ലപോലെ വേവിച്ച് അതിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? വളരെ ഹെൽത്തി ആയിട്ടൊരു സംഭവം ഞാൻ കൂടെ ഇട്ടിട്ടുണ്ട്, മുരിങ്ങയില. ഓക്കെ, വളരെ കുറച്ച് മതി. കാരണം ഇത് മുരിങ്ങയിലയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രഷർ പെട്ടെന്ന് കുറയ്ക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രഷറിൻ്റെ ഗുളികയൊക്കെ കഴിക്കുന്നുള്ളവർ അത് നോക്കി കണ്ടൊക്കെ വേണം കഴിക്കാൻ. പക്ഷേ കുറച്ച് കഴിക്കുന്നത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല. അപ്പം ഞാനിത് എനിക്ക് പ്രഷറിൻ്റെ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനിത് വളരെ കുറച്ച് എന്നാലും ഇട്ടിട്ടുള്ളൂ. കാരണം ഇത് നമ്മൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ എനിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാൻ ഇതിൻ്റെ പൊടി മേടിച്ചിട്ട് ഞാനിത് കഞ്ഞിയിലിട്ട് മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലകറക്കം വന്നു. അതോടെ ഞാൻ ആ പൊടി കഴിക്കൽ നിർത്തി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഞാനിവിടെ ഒരു പെയിന്റ് ബക്കറ്റിൽ ഒരു ചെറിയ ചെടി നട്ടു വെച്ചിട്ടുണ്ട്, മുരിങ്ങയുടെ തൈ മേടിച്ച് നട്ടു. അപ്പോൾ അതിൽ നിന്ന് ഒരു കൊമ്പ് ഒടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദോശ ചുടുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കുമ്പോഴോ ഞാനതിൽ ഇടാറുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണിത്. ടേസ്റ്റും ഉണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഒരു സ്പൂണ് തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ കഞ്ഞി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ വേവിക്കുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ ഉലുവ കൂടെ ഇടാം. ഞാൻ ഉലുവ ഇട്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഷുഗറിൻ്റെ മെഡിസിൻ എടുക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ഉലുവ ഇട്ടിട്ടില്ല. അപ്പോൾ ഷുഗറിൻ്റെ മെഡിസിൻ എടുക്കുന്നവർ ഉലുവ ഇതുപോലെ കഞ്ഞിയിലൊക്കെ ഇട്ട് കഴിക്കുന്നത് സൂക്ഷിക്കണം. കാരണം പെട്ടെന്ന് ഷുഗർ ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഉലുവ ഇട്ടില്ല. ഞാൻ ശരിയായിട്ട് ഉലുവ നമുക്ക് കഴിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഈ ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്കൊക്കെ നല്ലതാന്ന് പറയും, ഉലുവ കഴിക്കുന്നത് നല്ലതാന്ന് പറയും. കാരണം നമ്മുടെ ഈ മജ്ജയൊക്കെ ഇല്ലേ, മജ്ജയുടെയൊക്കെ ഷോർട്ടേജ് കൊണ്ടാണ് ഈ തേയ്മാനമൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഉലുവ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അളവ് കൂടും, ആ മജ്ജയുടെ ഇത് കൂടും, അതിൻ്റെ അളവ് കുറയില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് അരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ചിട്ടിട്ട് അരയ്ക്കാറുണ്ട്. അപ്പോൾ രാവിലെ അത് കഴിക്കുന്നുണ്ട് എന്തായാലും. ഒന്നിലും മിക്കവാറും ഇവിടെ കൂടുതലും നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർ കൂടുതലും കഴിക്കുന്ന ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതിൽ ഞാനത് ചേർത്താണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് വീണ്ടും ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറിൻ്റെ അളവ് കുറയും. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിൽ ഉലുവ ഇട്ടിട്ടില്ല. അപ്പോൾ ഷുഗർ പ്രശ്നം ഇല്ലാത്തവർക്ക് അത് കഴിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ കഞ്ഞി എന്ന് പറയുന്നത്. അതെ, നമുക്ക് നല്ല ഇഞ്ചിക്കറി ഇത് ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചിക്കറിയല്ല, ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇഞ്ചിക്കറിയും ഈ മുരിങ്ങയില ഇട്ട് വേവിക്കണ്ട. ഇത് വാങ്ങിയാൽ ഉടനെ ചൂടോടെ ആ ഒരു സാധനം ഉണ്ടല്ലോ, കുക്കർ തുറന്ന ശേഷം ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് എത്രയാണോ ഒരു മുരിങ്ങയില വേണ്ടത് അത്രയും അതിലിട്ട് മിക്സ് ചെയ്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് വാടും. അതിൽ വേറെ കയ്പ്പ് രസമോ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. എനിക്കിഷ്ടമാണത്. അത് ഇരുന്നിട്ട് 1-2 സ്പൂണ് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ശരിയായിട്ട് പറഞ്ഞ് ഞാൻ ഇതിൽ തേങ്ങ ഇട്ടിട്ടില്ല. കാരണം ഇന്ന് തിരുവിയ തേങ്ങ ബാക്കി കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനായിട്ട് വേണ്ടി മാത്രം ഞാൻ തേങ്ങ തിരുവാൻ മടിച്ചിട്ട് ഞാൻ തേങ്ങ ഇട്ടില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു അടിപൊളി അച്ചാറാണ്. കുറേ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോ എടുത്തു വെച്ചു. പക്ഷേ എൻ്റെ ഇതിന് കംപ്ലീറ്റ് വീഡിയോ ലോസായി. ഇപ്പോൾ രണ്ടാമത് എടുത്ത് അതും പോയി. അപ്പോൾ വീണ്ടും ഒന്നേന്ന് ഞാൻ ചെയ്തുകൊണ്ട് ആദ്യത്തെ കംപ്ലീറ്റ് ഡിലീറ്റ് ആയി. അതിന് വീണ്ടും വീഡിയോ എടുത്തു, അതും കംപ്ലീറ്റ് ഡിലീറ്റ് ആയി. വീണ്ടും ചെയ്യുകയാണ്, 3ാമത്തെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ 2 പ്രാവശ്യം എടുത്ത് വെച്ചാൽ കുറേ സെറ്റ് പോയി. അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ എടുത്തിട്ട് ചെയ്യുവാണ്. എന്തായാലും ഞാൻ വിചാരിച്ചു ഇനി എടുത്ത് വെക്കേണ്ട, ഇന്ന് തന്നെ അതങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് മാങ്ങക്കറിയും കൂടെ വെച്ച് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റി മാങ്ങക്കറിയാണ്. അതിൽ വിനാഗിരി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഒരു ദിവസം വല്ലതും 1-2 ദിവസം വേണ്ടി വെച്ചാൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഫ്രിഡ്ജ് വെക്കുന്നതാണ് നല്ലത്. അതിന് വിനാഗിരി ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ പിന്നെ ഞാനങ്ങനെ
കടുക് പൊടിച്ചത് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ്. ഇത് തീരുന്ന സമയത്ത് എന്തായാലും മാങ്ങ എൻ്റെ ഇരിപ്പുണ്ട്. ഇത് തീരുന്ന സമയത്ത് ഞാൻ അത് എന്തായാലും ഇട്ടിട്ട് എൻ്റെ വീഡിയോ എടുത്ത് ഉറപ്പായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു അല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കുഞ്ഞു ചാനലാണ്, എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഹെൽത്തി കഞ്ഞി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഷുഗർ ഇല്ലാത്ത ആൾക്കാർ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കഴിക്കുക, കുറച്ച് തേങ്ങ ഇടുക. ഓക്കെ, തേങ്ങ ഞാനിത് മടി കൊണ്ട് മാത്രം ഇടാത്താണ്, അല്ലെങ്കിൽ എനിക്ക് തേങ്ങ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിലേക്ക് വേണ്ടി മാത്രം ഇത് ചെയ്യാൻ മടിച്ചിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജേട്ടൻ ഇങ്ങനത്തെ ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജേട്ടന് ഞാൻ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട്, തോരൻ വെച്ചു, പിന്നെ മീനുണ്ട്. പിന്നെ ഒഴിക്കാനായിട്ട് രാവിലെ കൂട്ടുകറിയാണ് വെച്ചത്. അത് ഉരുളക്കിഴങ്ങൊന്നും ഇടാത്തൊരു കൂട്ടുകറി, അതിൻ്റെ റെസിപ്പി കൂടെ ഞാൻ ഇടാം കേട്ടോ. നമുക്കിപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകറി, ഇഡലിക്ക് ദോശയ്ക്ക് അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാമേ, ഉടനെ തന്നെ ഇടാം. ഓക്കെ, അപ്പം കഴിക്കട്ടെ, ബാക്കിയും കൂടെ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കഴിയുന്നത് നമ്മൾ പച്ചരിയൊക്കെ ഇടുന്നതിന് പകരം മറ്റേ ചുവന്ന അരി തന്നെ ഇടുക. പിന്നെ റെഡ് റൈസ് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വേറെ വരുന്നുണ്ട്, അത് ഇച്ചിരി വിലയും കൂടുതലാണ്. അത് പക്ഷേ ഇത്ര തരം വേവാനൊക്കെ ഇച്ചിരി പ്രയാസമെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ ചെമ്പാരി വടിയരിയാണ് മേടിക്കുന്നത്. അപ്പം എന്ത് പറഞ്ഞാലും നമ്മൾ മറ്റേ പച്ചരിയൊക്കെ കഴിക്കുന്നതിനേക്കാളും വെള്ളരി കഴിക്കുന്നതിനേക്കാളും ഹെൽത്തിയാണിത്. അപ്പോൾ നമുക്കിത് നന്നായി കഴിക്കാം. ടേസ്റ്റും ഉണ്ട്, ഹെൽത്തിയുമാണ്. പിന്നെ അതുപോലെ അമരയ്ക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതും ഇതുപോലെ തന്നെയാണ്, ഷുഗർ കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ എന്നാലും നമ്മൾ തോരനൊക്കെ വെച്ച് കഴിക്കുന്നില്ലേ. പണ്ട് അമ്മയ്ക്കൊക്കെ ഷുഗർ വന്ന സമയത്ത് അച്ഛനിങ്ങനെ പിന്നെ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് അമരയ്ക്ക് മേടിച്ചിട്ട് വരും. അന്ന് ആർക്കും അമരയ്ക്ക് വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു വാരി കൊടുക്കും, ഇങ്ങനെ കുറച്ച് കൊച്ചുമണ്ണ് 5 രൂപ, എനിക്കൊന്ന് 5 രൂപയ്ക്കൊക്കെ കുറേ ഇങ്ങനെ വാരി കൊടുക്കും. ഇപ്പോൾ അതിനും വിലയായി. കാരണം എല്ലാവരും ഹെൽത്തി ആയിട്ട് നോക്കി തുടങ്ങിയപ്പോൾ എല്ലാവരും അമരയ്ക്ക, കോവയ്ക്ക ഇതൊക്കെ മേടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ കുറച്ച് അത്രയും ആയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ വിലയായിട്ടുണ്ട്. മറ്റുള്ള പച്ചക്കറി നോക്കുമ്പോൾ കുറവാണ്, എന്നാലും കുറച്ചൊക്കെ വിലയായിട്ടുണ്ട്. എന്നാലും ഇത് മേടിച്ചിട്ട് പിന്നെ ഇതുപോലെയൊക്കെ ഇടയ്ക്ക് കഴിക്കുക. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം മറന്നിട്ടില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ എല്ലാവരും കയറി കാണുക. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഞാനിത് ബാക്കി കഴിക്കട്ടെ.